ഇന്ത്യ നിലവിൽ ഒരു ഓട്ടോണമസ് UCAV വികസനത്തിനായി പ്രവർത്തിച്ചു പോരുന്നു. ഈ പ്രോഗ്രാം ഓറ അഥവാ ഓട്ടോണമസ് അൺമാൻഡ് റിസർച്ച് എയർക്രാഫ്റ്റ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ എയർഫോഴ്സിനായി DRDOയാണ് ഈ രഹസ്യ എയർക്രാഫ്റ്റ് വികസിപ്പിക്കുന്നത്. IIT കാൺപൂരുമായി സഹകരിച്ച് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ഓറ UCAV രൂപകൽപ്പന പൂർത്തീകരിച്ചു. ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേക കാര്യം ഈ എയർക്രാഫ്റ്റിന്റെ രഹസ്യ സ്വഭാവമാണ്. അതിനാൽ ഈ എയർക്രാഫ്റ്റിനെ പറ്റി പൊതുമേഖലയിൽ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ലഭ്യമായുള്ളൂ. എന്നിരുന്നാലും ചില മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നും DRDO, IIT കാൺപൂർ തുടങ്ങിയ ഏജൻസികളിൽ നിന്നും ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്നത്തെ വീഡിയോ ലഭ്യമായ അത്തരം വിവരങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഓറ പ്രോഗ്രാമിന്റെ ആവശ്യകതയും ചരിത്രവും മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. അതോടൊപ്പം ഈ പ്രോജക്റ്റിന്റെ സ്പെസിഫിക്കേഷനുകളും പ്രത്യേക സവിശേഷതകളും നിലവിലെ സ്റ്റാറ്റസും പ്രതീക്ഷിക്കുന്ന ടൈം ലൈനും നമുക്ക് വിശദമായി നോക്കാം. ഓറ പ്രോഗ്രാം 2009 ആരംഭിച്ചു. ഈ ടൈം ലൈൻ പരിഗണിക്കുമ്പോൾ തന്നെ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് പ്രോഗ്രാം ആയിരുന്നു എന്ന് പറയാം. അതിനുശേഷം വിങ്മാൻ ആശയം പോലെയുള്ള നിരവധി പുതിയ ആശയങ്ങൾ ഉയർന്നു വന്നു. അതിനാൽ അത്തരമൊരു പ്രോഗ്രാമിന്റെ ആവശ്യം കാലക്രമേണ തീവ്രമായി തുടങ്ങി. ഇനി നമുക്ക് ഇതുപോലെ ഒരു പ്രോജക്റ്റിനായി ഇന്ത്യ പോകുന്നതിന് പിന്നിലെ കാരണങ്ങൾ ഒന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി അൺമാൻഡ് ടെക്നോളജി. ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യോമയുദ്ധങ്ങളിൽ ആളില്ലാ സാങ്കേതിക വിദ്യകൾ കൂടുതലായി ഉപയോഗിച്ചു പോരുന്നു. നിലവിൽ യുദ്ധവിമാനങ്ങൾ പോലും ഓപ്ഷണലായി അൺമാൻഡായി നിർമ്മിക്കുന്നു. അതിനാൽ വിമാന അപകടം വഴി നമ്മുടെ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നതില്ലാതാക്കാൻ നമുക്ക് കഴിയും. രണ്ടാമതായി സ്റ്റെൽത്ത്. ഇന്ന് നമ്മുടെ സർവീസിലുള്ള സായുധ ഡ്രോണുകളൊന്നും തന്നെ സ്റ്റെൽത്തിയല്ല. അതിനാൽ ഇവ സ്വയം പ്രതിരോധത്തിൽ നിരവധി ഗുരുതരമായ പരിമിതികൾ അഭിമുഖീകരിക്കുന്നു. കൂടാതെ ഇത്തരം ഡ്രോണുകൾ ശത്രു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ വളരെ ദുർബലരാണ്. അതേസമയം സ്റ്റെൽത്തിയായ UCAV ഈ ദുർബലതയെ വലിയ അളവിൽ നീക്കം ചെയ്യുന്നു. കാരണം ഇവയെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു പ്രക്രിയയാണ്. മൂന്നാമതായി നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധം. വായു യുദ്ധത്തിന്റെ ഭാവിയായി കണക്കാക്കപ്പെടുന്നത് നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധത്തെയാണ്. അതായത് സുരക്ഷിതമായ ഒരു ശൃംഖലയിൽ നിന്നുള്ള ആശയവിനിമയത്തിന്റെ സഹായത്തോടെ നിരവധി പോരാളികൾക്കും UCAV ശത്രുവിനെതിരെ ഒരു മാരകമായ രൂപീകരണം ഉണ്ടാക്കാൻ കഴിയും. അത്തരം രൂപീകരണത്തിലെ സ്റ്റെൽത്തി UCAV ഒരു ഫോഴ്സ് മൾട്ടിപ്ലയറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നാലാമതായി വിങ്മാൻ ആശയം. വിങ്മാൻ ഡ്രോണുകൾക്കൊപ്പം യുദ്ധവിമാനങ്ങൾ പറക്കുന്ന ഒരു പുതിയ ആശയമാണിത്. 2021 എയ്റോ ഇന്ത്യയിൽ ആദ്യമായി വെളിപ്പെടുത്തിയ CATS പ്രോഗ്രാമിൽ നിലവിൽ ഇന്ത്യ പ്രവർത്തിച്ചു പോരുന്നു. സ്വിഫ്റ്റ് എന്നു പേരുള്ള ഓറ പ്രോഗ്രാമിന്റെ ഒരു ഘടകം ഒരു വിങ്മാനായി വികസിപ്പിച്ചെടുക്കുന്നു. അഞ്ചാമതായി സ്റ്റെൽത്തി UCAV ആഗോള അന്വേഷണം. ലോകത്തിലെ പ്രധാന സൈനിക ശക്തികളെല്ലാം നിലവിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകൾക്കായി പ്രവർത്തിച്ചു പോരുന്നു. ഉദാഹരണത്തിന് സുഖോയി S-70 ഒക്കോട്നിക്, ബ്രിട്ടീഷ് BAE സിസ്റ്റത്തിന്റെ തരണിസ്, അമേരിക്കൻ ബോയിങ് X-45, നോർട്രോപ്പ് ഗ്രൂമാൻ X-47B, ഫ്രഞ്ച് ദസോ ന്യൂറോൺ തുടങ്ങിയവ ഇത്തരം പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുന്നു. ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തി ആയതിനാൽ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ അത്യാവശ്യമാണ്. അതിനാൽ ഇന്ത്യയും അതിനായി ശ്രമിച്ചു പോരുന്നു. ഇനി നമുക്ക് ഓറ UCAV പ്രോഗ്രാമിന്റെ ചരിത്രമൊന്ന് വിശദമായി നോക്കാം. ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ 2009 ആരംഭിച്ചു. ഈ പ്രോഗ്രാമിന്റെ സാധ്യതാ പഠനത്തിനായി DRDOയ്ക്ക് 12.5 കോടി രൂപ അക്കാലത്ത് ഇന്ത്യൻ സർക്കാർ അനുവദിച്ചിരുന്നു. പിന്നീട് പ്രോജക്റ്റ് തരംതിരിക്കുകയും അതിന് ഓട്ടോണമസ് അൺമാൻഡ് റിസർച്ച് എയർക്രാഫ്റ്റ് അഥവാ ഓറ എന്ന പേര് നൽകുകയും ചെയ്തു. ഒടുവിൽ 2016 ഈ പദ്ധതിക്ക് അനുമതി ലഭിക്കുകയും 213 കോടി അനുവദിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് 2 ഘട്ടങ്ങളിലായി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിക്കപ്പെട്ടു. ആദ്യത്തെ ഘട്ടത്തിൽ UCAV ഒരു ചെറിയ പതിപ്പ് നിർമ്മിക്കപ്പെടും. ഇതിന് സ്വിഫ്റ്റ് അഥവാ സ്റ്റെൽത്ത് വിങ് ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡ് എന്ന പേര് നൽകിയിരിക്കുന്നു. തുടക്കത്തിൽ ഇതൊരു ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതൊരു വിങ്മാൻ ഡ്രോണായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ ഘാതക് എന്ന് പേര് നൽകിയിരിക്കുന്ന യഥാർത്ഥ UCAV നിർമ്മിക്കും. ഈ പ്രോജക്റ്റിനെ കുറിച്ച് പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാകാറുണ്ട്. ഒരൊറ്റ പ്രോഗ്രാമിന് എന്തുകൊണ്ടാണ് 3 വ്യത്യസ്ത പേരുകൾ ഉള്ളത് എന്ന സംശയങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് കരുതപ്പെടുന്നു. നമ്മൾ മുകളിൽ കണ്ടതുപോലെ പദ്ധതിയുടെ യഥാർത്ഥ പേരാണ് ഓറ എന്നത്. അതോടൊപ്പം ഘാതക് യഥാർത്ഥ UCAVയും സ്വിഫ്റ്റ് ഘാതക് UCAV ഒരു ചെറിയ പതിപ്പുമായിരിക്കും. സാങ്കേതിക വിദ്യാ പ്രദർശനത്തിനും ഫ്ലൈറ്റ് പരിശോധനയ്ക്കും സ്വിഫ്റ്റ് ഡ്രോണുകൾ ഉപയോഗിക്കും. ആളില്ലാ വിങ്മാൻ ഡ്രോണുകളുടെ റോളുകൾ നിർവഹിക്കാൻ ഒരു പ്രത്യേക പദ്ധതിയായി സ്വിഫ്റ്റ് കൂടുതൽ വികസിപ്പിക്കുന്നു. ഇനി നമുക്ക് ഓറ പദ്ധതിയുടെ ഡിസൈനെ പറ്റി ഒന്ന് നോക്കാം. ഘാതക്കിന്റെയും സ്വിഫ്റ്റിന്റെയും രൂപകൽപ്പന ഒരു ഫ്ലൈയിങ് വിങ് ഡിസൈൻ ആയിരിക്കും. ഇവയ്ക്ക് വേർതിരിച്ചറിയാവുന്ന ഫ്യൂസ്ലേജ് ഇല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇത്തരത്തിലുള്ള രൂപകൽപ്പനയ്ക്ക് വളരെ കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷനാകും ഉണ്ടാകുക. അതിനാൽ ഇതൊരു സ്റ്റെൽത്തി വിമാനമായി മാറുന്നു.
അത്തരം വിമാനങ്ങൾ കൂടുതൽ മനുവറബിൾ അല്ലാത്തതിനാൽ ബോംബിംഗ് റോളുകൾക്ക് ഇവ കൂടുതൽ അനുയോജ്യമാണ്. 4 മീറ്റർ നീളവും 5 മീറ്റർ വിങ് സ്പാനും 1 ടൺ ഭാരവുമുള്ള ഡ്രോണാണ് സ്വിഫ്റ്റ്. തുടക്കത്തിൽ റഷ്യൻ NBO സാറ്റേൺ 36 MDയും പിന്നീട് തദ്ദേശീയമായി GTR നിർമ്മിക്കുന്ന ടർബോഫാൻ എഞ്ചിനും ഈ ഡ്രോണിൽ ഉപയോഗിക്കും. ഇവയ്ക്ക് 200 കിലോമീറ്ററിന്റെ പരമാവധി റേഞ്ചും 1 മണിക്കൂറിന്റെ ഫ്ലൈറ്റ് എൻഡുറൻസും ഉണ്ടായിരിക്കും. അതേസമയം ഖാദക് UCAVയ്ക്ക് 15 ടണ്ണിന്റെ ഭാരമുണ്ടായിരിക്കും. കൂടാതെ ഖാദക് UCAVയിൽ 45 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കവേരി ടർബോഫാൻ എഞ്ചിന്റെ ഡ്രൈവ് വേരിയന്റ് സംയോജിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഖാദക് UCAVയുടെ നീളം, വിങ് സ്പാൻ തുടങ്ങിയ മറ്റ് സവിശേഷതകളെ പറ്റിയുള്ള വിവരങ്ങൾ ഇന്ത്യ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇനി നമുക്ക് ഓറ UCAVയുടെ പ്രത്യേക സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഒന്നാമതായി സ്റ്റെൽത്ത്. ഖാദക് UCAVയിൽ 70% സ്റ്റെൽത്ത് ഡിസൈനിൽ നിന്ന് മാത്രം ലഭിക്കുമെന്ന് DRDO വ്യക്തമാക്കുന്നു. ശേഷിക്കുന്ന 30% സ്റ്റെൽത്ത് മെറ്റീരിയൽ, റഡാർ ആഗിരണം ചെയ്യുന്ന പെയിന്റ്, RF റിഡക്ഷൻ ടെക്നിക്കുകൾ എന്നിവയിലൂടെ കൈവരിക്കും. രണ്ടാമതായി ഇന്റേണൽ വെപ്പൺ ബേ. 5ാം തലമുറ യുദ്ധവിമാനത്തിൽ കാണാറുള്ളത് പോലെയുള്ള ഒരു ആന്തരിക ആയുധ ബേയും ഇതിലുണ്ടാകും. ഖാദക് അതിന്റെ ആന്തരിക ആയുധ ബേയിൽ കുറഞ്ഞത് 2 ലേസർ ഗൈഡഡ് ബോംബുകളെങ്കിലും വഹിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. വാസ്തവത്തിൽ ഈ പ്രോജക്റ്റിന്റെ പല സവിശേഷതകളും AMCA പ്രോഗ്രാമിലും കാണാൻ കഴിയും. 2018 ഓറ പ്രോഗ്രാമിനായി 3000 കോടി രൂപ ഇന്ത്യൻ സർക്കാർ അനുവദിച്ചു. 2020 ബാംഗ്ലൂരിനടുത്തുള്ള ഹൊസൂരിൽ IIScയുടെ സഹകരണത്തോടെ സ്വിഫ്റ്റിന്റെ ഒരു ചെറിയ മാതൃക പരീക്ഷിച്ചിരുന്നു. ആദ്യ പ്രോട്ടോടൈപ്പിന്റെ പണി ഈ വർഷം ആദ്യം തന്നെ ആരംഭിക്കുകയും ചെയ്തു. ഈ ആദ്യ പ്രോട്ടോടൈപ്പിലെ വിൻഡ് ടണൽ പരിശോധന IIT കാൺപൂരിലാണ് നടത്തിപ്പോരുന്നത്. അതോടൊപ്പം സ്വിഫ്റ്റിന്റെ ലോ സ്പീഡ് ടാക്സി ട്രയലുകളും ഹൈ സ്പീഡ് ടാക്സി ട്രയലുകളും കഴിഞ്ഞ വർഷം പൂർത്തിയാക്കിയിരുന്നു. ഖാദക് UCAVയുടെ 1:1 മോഡൽ നിർമ്മിച്ചിരിക്കുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ കമ്പനിയാണ്. നിലവിൽ DRDOയുടെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള RCS ടെസ്റ്റിംഗ് സൗകര്യം ഈ മോഡലിൽ റഡാർ ക്രോസ് സെക്ഷൻ ടെസ്റ്റിംഗ് നടത്തിപ്പോരുന്നു. എല്ലാം കൃത്യമായി നടക്കുകയാണെങ്കിൽ 2024 ഖാദക് UCAVയുടെ ആദ്യ പറക്കൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓറ പ്രോഗ്രാം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആയിരിക്കുമെന്ന് കരുതപ്പെടുന്നു. സ്വിഫ്റ്റ് UCAV കോമ്പാറ്റ് എയർ ടീമിംഗ് സിസ്റ്റങ്ങൾ, അതായത് കാറ്റ്സ് പ്രോഗ്രാമിന്റെ വികസനത്തിന് സഹായകരമാകും. കൂടാതെ ഇന്ത്യൻ വ്യോമസേനയിലെ ബോംബർ വിമാനങ്ങളുടെ വിടവ് ഖാദക് UCAV വലിയ തോതിൽ നികത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ഇതിന്റെ നൂതന സവിശേഷതകൾ കാരണം ഇതൊരു അടുത്ത തലമുറ പ്ലാറ്റ്ഫോമായും കണക്കാക്കപ്പെടുന്നു. പൈലറ്റിന്റെ ജീവൻ അപകടത്തിലാക്കാതെയും ശത്രുക്കളാൽ കണ്ടെത്തപ്പെടാതെയും ബലാക്കോട്ട് സ്ട്രൈക്കുകൾ പോലെയുള്ള വൻ ഓപ്പറേഷനുകൾ നടത്താൻ ഖാദക്കിന് കഴിയുമെന്നതും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.